പ്രൈസ് ലോർഡ്. ക്രിസ്തുയേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി നാം എടുത്തിരിക്കുന്ന വേദഭാഗം 27 സങ്കീർത്തനം 1 വാക്യം ഇങ്ങനെ പറയുന്നു: യഹോവ എന്നിൽ വിളിച്ചും എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും. യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും. പ്രൈസ് ലോർഡ്. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും സങ്കീർത്തനം ദാവീദാണ്. ദാവീദ് ശൗലിന്റെ സന്നദ്ധയിൽ നിന്ന് ശൗലിനെ പേടിച്ച് ദാവീദ് ഓടിപ്പോയപ്പോൾ എഴുതിയ ഒരു സങ്കീർത്തനമാണ് നമുക്കിത് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഇവിടെ പറയുകയാണ്, യഹോവ എന്നെ വിളിച്ചും എന്റെ രക്ഷയുമാകും, ഞാൻ ആരെ പേടിക്കും. അപ്പോൾ ശൗലിനെ പേടിച്ച് ശൗൽ തന്നെ കൊന്നു കളയുവാൻ അന്വേഷിച്ച് തക്കം പാർത്തിരുന്നപ്പോൾ അവൻ ശൗലിന്റെ അടുക്കൽ നിന്ന് ഓടിപ്പോയിട്ട് ദാവീദ് ഇവിടെ പറയുകയാണ്, ഞാൻ ആരെ ഭയപ്പെടും. ഞാൻ ആരെയാണ് ഭയപ്പെടുന്നത്? അല്ലെങ്കിൽ ഇവിടെ പറയും യഹോവ. ഒന്നാമത് എന്തുകൊണ്ടാണ് ദാവീദ് ഭയപ്പെടാത്തത്? യഹോവ ദാവീദിന്റെ വെളിച്ചവും രക്ഷയുമാകുന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ആരെ ദൈവം എനിക്ക് വെളിച്ചമാണ്, എന്റെ രക്ഷയാണ്. അതുകൊണ്ട് ഞാൻ ആരെ ഭയപ്പെടണമെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. യഹോവ എന്റെ ജീവന്റെ ബലമാണ്, എനിക്ക് ജീവൻ നൽകുന്നത്, എനിക്ക് ആരോഗ്യം നൽകുന്നത്. എന്നെ ഭയം കൂടാതെ എന്നെ പ്രാണനെ കാക്കുന്നത് യഹോവയാണ്. അതുകൊണ്ട് ഞാൻ ആരെ പേടിക്കണം? ഇവിടെ 2 ക്വസ്റ്റ്യൻ ദാവീദ് ചോദിക്കുകയും 2 ഉത്തരം പറയുകയും നമുക്ക് കാണുകയും ഞാൻ ആരെ പേടിക്കും, ഞാൻ ആരെ ഭയപ്പെടും. അപ്പോൾ ആരെയാണ് നാം ഭയപ്പെടേണ്ടത്? ആരെയാണ് നാം പേടിക്കും? ഇവിടെ ദാവീദിന്റെ ചോദ്യവും ഉത്തരവും ദാവീദ് പറയും തന്റെ വിശ്വാസം, തന്റെ ദൈവത്തിലുള്ള ആശ്രയം വെച്ചുകൊണ്ട് ദാവീദ് പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ കഠിനമേറിയ പ്രശ്നങ്ങളോടൊക്കെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. ആ സമയത്തും എന്നെ വിടുവിച്ച, എനിക്ക് രക്ഷ നൽകിയ, എൻ്റെ ബലമായിരുന്നു, എനിക്ക് വെളിച്ചമായിരുന്ന ദൈവം എന്നോട് കൂടെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് എനിക്ക് ആരും ഭാരപ്പെടേണ്ട, അല്ലെങ്കിൽ ആരും പേടിക്കേണ്ടതില്ല. പ്രിയപ്പെട്ടവരെ, നാമം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കഠിനമായ പ്രശ്നങ്ങളുടെ മരണഭയമായിരിക്കും, കടഭാരമായ രോഗത്തിന്റെ അവസ്ഥകളായിരിക്കും, കുഞ്ഞുങ്ങളെ കുറിച്ച് ആദ്യമായിരിക്കാം, അല്ലെങ്കിൽ നമ്മെ ഞെട്ടിപ്പിച്ച് നമ്മെ ഭീതിപ്പെടുത്തുന്ന നമ്മെ ഇല്ലാതാക്കി കളയുന്ന ഏതെങ്കിലും മേഖല കൂടെ ആയിരിക്കും നാം കടന്നു പോകുന്നത്. അവിടെ നിങ്ങൾക്ക് പറയുവാൻ കഴിയുമോ? ദാവീദ് പറഞ്ഞതുപോലെ, യഹോവ എന്നെ വെളിച്ചവും എന്നെ രക്ഷയുമാകുന്നു. അതേ, ദൈവം എനിക്ക് എൻ്റെ ഇരുട്ട്, അതായത് എൻ്റെ പ്രശ്നങ്ങൾ, എൻ്റെ കഷ്ടത, എൻ്റെ വേദന, അതെൻ്റെ സ്തോത്രം പ്രശ്നമാണെങ്കിലും ഇതിനൊക്കെയും എനിക്ക് വെളിച്ചു തന്നെ ഉത്തരം തരുന്ന, എന്നെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് എനിക്ക് രക്ഷ നൽകുന്ന ഈ പ്രതിസന്ധി എന്നെ വിടുവിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ എന്തിനാ പേടിക്കുന്നത്? യഹോവ എന്റെ ജീവന്റെ ബലമാണ്. എനിക്ക് ജീവൻ നൽകുന്നത്, എനിക്ക് ആയുസ് നൽകുന്നത്, എന്നെ ബലപ്പെടുത്തുന്നത്, എന്നെ നിർത്തുന്നത് എന്റെ കഴിവല്ല. ഞാൻ ആശ്രയിക്കുന്ന ഒന്നുമല്ല, ദൈവമാണ് എൻ്റെ ബലം. ഞാൻ അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുമെന്ന് നിങ്ങൾക്ക് പറയുവാൻ കഴിയുമോ? ദാവീദിന്റെ ജീവിതത്തിലേക്ക് നമുക്ക് നോക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ദാവീദ് എവിടെ നോക്കിയാലും ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ചും ദൈവം തന്റെ ശത്രുക്കളിൽ നിന്ന് ദാവീദിനെ സംരക്ഷിക്കുകയും രക്ഷ നൽകുകയും എന്നൊക്കെ നമുക്ക് കാണുവാൻ കഴിയും. ദാവീദ് മനുഷ്യരൊന്നും ആശ്രയിച്ച് നമുക്ക് കാണുന്നു. ഈ സംഘടന നമുക്ക് നോക്കുമ്പോൾ സഹായത്തിനായുള്ള നിലവിളിയാണ് കാണുന്നത്. അത്യന്ത്യമായ ദൈവത്തിന്റെ മഹത്വത്തിലുള്ള വിശ്വാസം, ദൈവം നൽകുന്ന സംരക്ഷണത്തെക്കുറിച്ച്, വിശ്വാസത്തെക്കുറിച്ച് ഉറപ്പാണ് ദാവീദ് ഇവിടെ നൽകുവാൻ കഴിയുന്നത്. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ സങ്കീർത്തനം 27 സങ്കീർത്തനം രചിക്കപ്പെട്ടിരിക്കുന്ന ആദ്യത്തെ കവിത ദൈവം എന്റെ സഹായം കൊണ്ടുവരുമെന്നും ദൈവത്തോടുള്ള ഭക്തിയാണെന്നും ആത്മവിശ്വാസത്തിന്റെ പ്രകടമാണെന്നും എന്നാൽ രണ്ടാമത് സഹായത്തിന് നിലവിളിയായിട്ട് നമുക്കിന്നെ കാണുവാൻ കഴിയും. പ്രൈസ് ലോർഡ്. സ്തോത്രം. എന്നാൽ നമുക്ക് കുറച്ചുകൂടി ആഴമായി പഠിക്കുവാൻ കഴിയുമ്പോൾ ദാവീദിന്റെ ജീവിതത്തിൽ കടന്നു വന്ന എല്ലാ പ്രശ്നങ്ങളുടെയും പ്രതികൂലങ്ങളുടെ നടുവിൽ ദാവീദിന് ആശ്രയമായി ദൈവം മാത്രമാണ് ഉണ്ടായിരുന്നത്. തന്റെ ജീവിതത്തിൽ തനിക്ക് ആശ്രയിക്കുവാൻ, തന്റെ ജീവിതത്തിൽ തനിക്ക് കൂടെ നിൽക്കുവാൻ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമുക്ക് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ശൗലിന്റെ മകനായ യോനാഥാൻ നല്ലൊരു സുഹൃത്തായിരുന്നു ദാവീദിന്. തന്നെ കൊന്നു കളയുവാൻ ശ്രമിക്കുന്ന മനസ്സിലാക്കിയപ്പോൾ യോനാഥാൻ ദാവീദിനെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ മറ്റെവിടെ നാം നോക്കുകയാണെങ്കിലും ദാവീദിനെ ചെയ്ത് സ്വന്തം മകനിലായാലും സ്വന്തം ഭാര്യയാണെങ്കിലും മറ്റേത് മേഖലകളെ നോക്കുമ്പോഴും ദാവീദിന്റെ തകർച്ച കാണുവാനാണ് മറ്റെല്ലാവരും ശ്രമിച്ചത്. എന്നാൽ ദൈവം ദാവീദിനെ
ദൈവം ദാവീദിന്റെ കൂടെ ഇരുന്ന് ദാവീദിനെ ദൈവം വിടുവിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഏത് വിഷയങ്ങളുടെ കൂടെ കടന്നു പോയാലും പ്രിയപ്പെട്ടവരെ, ദൈവം അല്ലെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഒരു മനുഷ്യൻ നമ്മെ തകർത്ത് കളയുവാനോ ഒരു മനുഷ്യനെ നമ്മെ ഒതുക്കി കളയുവാനോ കഴിയത്തില്ല പ്രിയപ്പെട്ടവരെ. ഈ സങ്കീർത്തനങ്ങൾ നമുക്ക് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഈ വിലാപത്തിൻ്റെതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രത്യാശ നൽകുന്ന വാക്കുകൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ അതിരുകളില്ലാത്ത പ്രത്യാശയും ആത്മധൈര്യത്തോടെയുള്ള കർത്താവിന്റെ ആലയത്തിൽ വസിക്കുവാനും സംരക്ഷണം നേടുവാനും തീരുമാനിച്ചൊഴിപ്പിച്ച ഒരു ദാവീദ് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ രണ്ടാം ഭാഗത്തിലേക്ക് നാം വരുമ്പോൾ വഴിയുടെ മുമ്പിൽ കാണുന്ന ഒരു വിശ്വാസിയുടെ സംരക്ഷണനായുള്ള ഒരു വിലാപം ഹല്ലേലൂയ വിലാപമായിട്ടുള്ള ഒരു തന്റെ ഞെരുക്കമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇവിടെ നാം എല്ലാം ഈ വഴിയിലൂടെ കടന്നു പോകുന്നവരാ. ഈ ലോകത്തിൽ ഒരു മനുഷ്യനും ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകാതിരിക്കത്തില്ല. ഏതും നല്ല ചെറുപ്പകാലത്തിലാണെങ്കിലും വളർന്നു വരുന്ന ചുറ്റുപാടുകളിലാണെങ്കിലും ഒരു മനുഷ്യന്റെ ഓരോ സാഹചര്യങ്ങൾ, വിവാഹ ജീവിതമാണെങ്കിലും കുഞ്ഞുങ്ങളുമായ ബന്ധത്തിലാണെങ്കിലും യൗവന പ്രായമായാലും വാർദ്ധക്യമായാലും ഏത് സ്നേഹത്തിൽ കൂടെയും ഏത് മനുഷ്യനും കടന്നു പോകുമ്പോൾ ആശ്രയം എന്ന് പറയുന്ന ജഡത്തിലല്ല ബലത്തിലല്ല ദൈവത്തിലായിരുന്നാൽ നിങ്ങൾ തകർന്നു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. സ്തോത്രം ചെയ്ത് കാണുവാൻ കഴിയും. സ്തോത്രം. ഇവിടെ രക്ഷിക്കുന്ന ദൈവത്തെ കുറിച്ചാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഒന്നാമത് പറയുന്നത് ദാവീദിനെ എടുത്തു പറയുകയാണ്, ദൈവം എന്റെ രക്ഷയാണ്, എന്റെ കോട്ടയാണ്, എന്നെ പേടിക്കാൻ ഞാൻ ആരെയും പേടിക്കേണ്ടതാ. എതിരാളികളും ദുഷ്കളിയുമായുള്ള ദുർവർത്തമാനം പറയുന്നവര് എന്റെ നേരെ എന്നെ ആക്രമിക്കാൻ കടന്നു വരുമ്പോ അവർ തന്നെ ഇടറി വീഴുമെന്ന് പറയുകയാണ്. ഒരു സൈന്യം എന്റെ നേരെ പാളയമിറങ്ങിയാലും ഞാൻ ഭയപ്പെടുത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ ആത്മധൈര്യം വിട്ടുകളയും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോ നമ്മുടെ ആത്മധൈര്യം നഷ്ടപ്പെട്ടു പോകരുത്, നാം പേടിച്ചു പോകരുത്. ഹല്ലേലൂയ. നാം നമ്മെ തന്നെ ദൈവത്തിൽ പ്രത്യാശയോടെ ഉറപ്പിച്ചു നിർത്തുവാൻ കഴിയണം. നിങ്ങൾ ഭയപ്പെടരുത്, നിങ്ങൾ പേടിച്ചു പോകരുത്. നിങ്ങൾ തന്നെ എന്ത് ചെയ്യരുത്? നിങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഭയം വരുത്തരുത്. ദാവീദിന്റെ ജീവിതത്തിലെ അസ്വസ്ഥകൾ നിമിത്തമായിരിക്കും ദാവീദ് ഈ സങ്കീർത്തനം എഴുതപ്പെട്ടത്. സ്തോത്രം. ദാവീദിനെ രക്ഷിക്കുവാൻ ദാവീദ് രാജാവായിരുന്നിട്ട് പോലും ദൈവത്തിലാണ് ദാവീദ് തന്റെ ശക്തിയും തുണയും കണ്ടെത്തുന്നത്. ഞാൻ ആരെ ഭയപ്പെടണമെന്ന് ദാവീദ് 2 തവണ ഇവിടെ ആവർത്തിക്കും. ദൈവത്തിലുള്ള തന്റെ വിശ്വാസം ഉറപ്പിച്ചുകൊണ്ടാണ് ജീവിതത്തിന്റെ പ്രതിസന്ധി നിമിഷങ്ങളിൽ വിജയമേകിയ കർത്താവ് തനിക്കൊപ്പമെന്ന ഉറപ്പ് ഉള്ളതിനാലാണ്. ശത്രുനിരയെ ദാവീദ് ഭയപ്പെടാതിരുന്നത് സ്വന്തം ബുദ്ധിശക്തിയിലും കരബലത്തിലും ലോകത്തിന്റെ മനുഷ്യരുടെ അഭയത്തിലും കണ്ടെത്താൻ മനുഷ്യർക്ക് ദാവീദിന്റെ വാക്കുകളും വിശ്വാസം ഒരു ഹല്ലേലൂയ പ്രത്യാശയായി മാറുകയാണ് ചെയ്യുന്നത്. സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ നിലനിൽക്കുന്ന ദൈവഭക്തനെ കർത്താവ് ക്ലേശിപ്പിക്കത്തില്ല. പ്രിയപ്പെട്ടവരെ, കർഷകരുടെ നടുവിൽ ദൈവം നമ്മെ എന്ത് ചെയ്യാം? ഒതുക്കി കളയുകയില്ല, അല്ലെങ്കിൽ ഒഴിവാക്കി കളയുകയില്ല. നമ്മുടെ അവസ്ഥകൾ എന്താണെങ്കിലും ഹല്ലേലൂയ നോക്കാം. ദൈവത്തിന്റെ മുഖം തന്നിൽ നിന്ന് മറച്ചിരിക്കുന്നു തോന്നിയ തകർച്ച നിമിഷങ്ങളെ പോലും ദൈവസന്നിധിയിലേക്ക് കണ്ണു ഉയർത്തുവാനും ദൈവത്തിന്റെ സംരക്ഷണ ആഗ്രഹിച്ചുകൊണ്ട് ദാവീദ് നിലവിളിക്കുന്നുണ്ടെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ ഹല്ലേലൂയ കയറ്റി ഇറക്കിലൂടെ കടന്നു പോകുമ്പോൾ, ആഴമേറെ വേദനയിലൂടെ കടന്നു പോകുമ്പോൾ, സ്തോത്രം, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിങ്ങൾക്ക് സഹായമായിരിക്കും. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുവാനിടയായിത്തീരും. ഇവിടെ ദാവീദ് പറയുകയാണ്, ഞാൻ ആരെയാ ഭയപ്പെടേണ്ടതെന്ന്. സ്തോത്രം ചെയ്യുന്നു. ആരെയാ പേടിക്കേണ്ടതെന്ന് ചോദിക്കുന്നത്. അത് 118 സങ്കീർത്തനം വായിക്കുമ്പോൾ യഹോവ എന്റെ പക്ഷത്തുണ്ട്, അതുകൊണ്ട് മനുഷ്യനോട് എന്ത് ചെയ്യുവാൻ കഴിയും? എബ്രായ ലേഖനം 13:6 ഇതേപോലെ പറയുന്നു, കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല, മനുഷ്യനോട് എന്ത് ചെയ്യുവാൻ കഴിയും? സ്തോത്രം. ഇവിടെയൊക്കെ മനുഷ്യനോട് എന്ത് ചെയ്യുവാൻ കഴിയും? ഞാൻ പേടിക്കുകയില്ലെന്ന് ദാവീദ് വിശ്വാസത്തോടെ താൻ ഉറപ്പിച്ച് പറയുന്ന ദൈവത്തിലുള്ള തന്റെ ആശ്രയം നിമിത്തമാണ്. ഹല്ലേലൂയ. യഹോവയിൽ ആശ്രയിക്കുക, മനുഷ്യൽ ആശ്രയിക്കാതിരിക്കുക. നമ്മുടെ പ്രശ്നങ്ങളിൽ നടുവില് നാം പലപ്പോഴും മനുഷ്യൻ ആശ്രയിച്ചു പോന്നാൽ ദൈവം ഇവിടെ പറയുകയാണ്, മനുഷ്യൻ ആശ്രയിക്കരുത്, ദൈവത്തിൽ ആശ്രയിക്കുക എന്ന്. സ്തോത്രം. നമുക്ക് ബലം നൽകുന്ന, നമ്മുടെ സങ്കേതമായിരിക്കുന്ന, നമ്മുടെ ജീവിതത്തിന്റെ ഏത് കാലഘട്ടങ്ങളിലും ഏത് അവസ്ഥയിലും കടന്നു പോയാലും ദൈവം നിങ്ങളുടെ കൂടെ ഇരിക്കും. ഭയപ്പെടരുത്.
ജീവിതത്തിന്റെ കരുത്തുറ്റ സമയങ്ങളില് അവൻ തളർന്നു പോകുന്ന സമയങ്ങളിൽ എഴുന്നേൽപ്പാൻ തയ്യാറായാൽ കരുത്തുറ്റവളായി അല്ലെ കരുത്തുറ്റവനായി നാം പുറത്തു വരുവാൻ തയ്യാറാകുന്നെങ്കിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഇടയാകും. അമ്മ ക്ഷീണിച്ചു പോകരുത്, ധൈര്യപ്പെട്ടു പോകരുത്. ഈ കാലങ്ങളോട് ഓടി ക്ഷീണിച്ചു പോയാൽ അമ്മ കുതിരകളോട് നാം എങ്ങനെ മനസ്സിൽ ഓടുവാൻ ഇടയാകും. ഇന്നത്തെ പ്രതിസന്ധി നാം ഭാരപ്പെട്ടു പോയ നാളുകളുടെ വിദൂരകളില് അതിൽ വേറെ പ്രശ്നങ്ങൾ കടന്നു വരും. നാം എങ്ങനെ നിലനിൽക്കാതിരിക്കും പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് നിലനിൽക്കണമെങ്കിൽ കർത്താവിൽ ആശ്രയിക്കുക, ദൈവകൃപയിൽ ആശ്രയിക്കുക. ദൈവം നമ്മെ ഒന്ന് സഹായിക്കട്ടെ. ആമേൻ.